സിന്ദൂരരേഖ ഭാഗം 62. നോക്കട്ടെ മനുവേട്ടാ എന്ന് പറഞ്ഞ് അവൾ അതിൽ നിന്ന് വേഗത്തിൽ നടന്നു വരാൻ നോക്കിയതും പെട്ടെന്ന് കാലെടുത്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ അങ്ങനെ തന്നെ വെള്ളത്തിലേക്ക് വീണുപോയി. അമ്മോ എന്ന് വിളിച്ച് ക്യാമറ അവിടെ വെച്ച് മനു വേഗം തന്നെ അതിലേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ കൈ പിടിച്ച് വേഗത്തിൽ തന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. എനിക്കൊന്നും പറ്റിയില്ല മനുവേട്ടാ, വെള്ളത്തിലേക്കല്ലേ വീണത്. ഒന്നും പറ്റിയില്ല എന്ന രീതിയിൽ ദേഹത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മാള് പറഞ്ഞു. പക്ഷേ തണുപ്പ് കൊണ്ടും പെട്ടെന്ന് വീണത് കൊണ്ടൊന്ന് പേടിച്ചത് കൊണ്ടും അവളുടെ ശരീരമാകെ അന്നേരം ഒരു വിറയലുണ്ടായിരുന്നു. മനു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൾ പറയുന്നതൊന്നും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖം ആകെ ചുവന്നിരിക്കുകയാണ്. ഒരു മഞ്ഞ നിറത്തിലുള്ള കുർത്തിയാണ് അവൾ ഇട്ടിരിക്കുന്നത്. അത് നന്നായി നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ദേഹത്തേക്ക് ഒട്ടിയിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകൾ അവളുടെ ദേഹത്തേക്കൊന്ന് പോയി. അപ്പോൾ തന്നെ അവൻ ആ നോട്ടം മാറ്റിക്കളഞ്ഞു. അമ്മാളു ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അവനിൽ നിന്ന് അകന്നു മാറാൻ പറ്റുന്നില്ല. മനസ്സാകെ അവനിലേക്ക് ചാഞ്ഞു പോകുന്നു. മനുവേട്ടാ. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പതിയെ വിളിച്ചു. അവൻ്റെ നോട്ടം അവളെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ ചുണ്ടിനു മീതെ കൈവച്ചു. അവളുടെ ഇടുപ്പിലൂടെ അവളെ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ച് ഉയർത്തിയെടുത്തു. അവളെ അവൻ മുകളിലെ തറയിലേക്ക് കിടത്തി. അവളെ അങ്ങനെ കിടത്തി അവൻ അവളുടെ മേലേക്കൊന്നമർത്തി. ദേഹത്തു കൂടെ മിന്നൽ കടന്നു പോയതുപോലെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. കണ്ണുകൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ വന്നു നിന്നു. മഴയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ദേഹത്തും വെള്ളമാണ്. അവൻ്റെ മുഖത്തു നിന്നും നീണ്ട മുടിയിൽ നിന്നുമുള്ള വെള്ളത്തുള്ളികൾ അമ്മാളുവിൻ്റെ മുഖത്തേക്ക് വന്ന് വീണു. അവളുടെ മുഖത്തെ വെള്ളത്തുള്ളികൾ പതിയെ ഒഴുകി അത് മുഖത്തൂടെ ഒഴുകി പോകുന്നത് മനു കൗതുകത്തോടെ നോക്കി. അവൻ്റെ കൈകൾ തൻ്റെ കൈവിരലുകളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് വരുന്നത് അമ്മാളും അറിയുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി. ഓപ്പൺ യുവർ ഐസ് അമ്മു. അവൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ ഞെട്ടലോടെ കണ്ണു തുറന്നു. അവളുടെ കണ്ണുകൾ പരൽമീൻ പോലെ പരതിക്കൊണ്ടിരുന്നു. ചുണ്ടുകൾ വിറപൂണ്ടു. അവൻ്റെ മുഖം പതിയെ അവളുടെ മുഖത്തിനടുത്തേക്ക് താഴ്ന്നു വന്നു. അവൻ്റെ നിശ്വാസം അവളുടെ കവിളിൽ വന്ന് പതിച്ചു. അവളുടെ ശ്വാസഗതി ഏറി. അവൻ്റെ ചുണ്ടുകൾ ഒരു തൂവൽ വന്ന് സ്പർശിക്കും പോലെ അവളുടെ കവിളിലൊന്ന് വന്ന് തട്ടി. അവളുടെ കണ്ണുകൾ അപ്പാടെ കൂമ്പി അടഞ്ഞുപോയി. കൈകൾ അവൻ്റെ കയ്യിലൊന്ന് മുറുകി. അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ തൻ്റെ നെറ്റിയിൽ വന്ന് നിൽക്കുന്നതും അവിടെ നിന്ന് അത് അമരുന്നതും അമ്മാളും അറിഞ്ഞു. കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയില്ല. അവിടെ നിന്നും വീണ്ടും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരു കണ്ണുകളിലും ചുംബിച്ചു. ഒടുക്കം അവ തൻ്റെ ചുണ്ടിലേക്ക് വരുന്നതും അവിടെ അവൻ്റെ നിശ്വാസം വന്ന് തട്ടി നിൽക്കുന്നതും അമ്മാളും അറിഞ്ഞിരുന്നു. ഒരു പിടച്ചിലോടെ അവളുടെ കൈകൾ അവൾ പോലും അറിയാതെ അവൻ്റെ നീണ്ട മുടിയിഴകളിലേക്ക് ഓടിമറഞ്ഞു. പക്ഷേ അന്നേരം പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ഇരുവരും ഒരുപോലെ ഞെട്ടിപ്പോയി. അമ്മാളു അവനെ പെട്ടെന്ന് തള്ളി നീക്കി. അവൻ അവളുടെ അടുത്ത് നിന്ന് നീങ്ങി അപ്പുറത്തെ വശത്തേക്കായിപ്പോയി. അവൾ അവനെ നോക്കിയില്ല. നന്നായി കിതച്ചു പോയിരുന്നു അവൾ. പിന്നെയും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതും അമ്മാളു വേഗം തന്നെ എഴുന്നേറ്റ് മുറിയിലേക്ക് ഓടി. മനു അങ്ങനെ തന്നെ മലർന്നു കിടന്നു. അവനും ആകെ കിതപ്പ് പോലെ ആയിരുന്നു. ഏതോ ലോകത്തെത്തിയതുപോലെ. അവൻ്റെ മുഖവും ആകെ ചുവന്നു പോയിരുന്നു. അങ്ങനെ ഓർത്തപ്പോൾ വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് അവൻ അല്പം നിരാശയോടെ ആയിരുന്നു ഡോറ് തുറക്കാനായിട്ട് പോയത്. ഡോറ് തുറന്നു നോക്കിയപ്പോൾ അമ്മയും ഉണ്ണിയും വന്നിരിക്കുന്നു. അമ്മയെ കണ്ടതും മനുവിൻ്റെ മുഖം ഒന്ന് വിടർന്നു. അമ്മ എന്താ ഇങ്ങോട്ട് പോകുന്നത്? പറയാ, ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ. അത് പറഞ്ഞ് അമ്മ അവനെ മറികടന്ന് അകത്തേക്ക് കയറി. അമ്മയുടെ പിന്നിലായി വന്ന ഉണ്ണി മനുവിനെ സംശയത്തോടെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും എന്താണെന്ന രീതിയിൽ ഗൗരവത്തോടെ തന്നെ മനു അവനെ നോക്കി പുരിക ഉയർത്തി. ഏട്ടൻ എന്താ ഒരു കള്ളത്തരാകെ? മനുവിനെ അടിമുടി നോക്കിക്കൊണ്ടായിരുന്നു ഉണ്ണിയുടെ ആ ചോദ്യം. എനിക്കെന്ത് കള്ളത്തരം? ഏട്ടൻ എങ്ങനെയാ ഇങ്ങനെ നനഞ്ഞത്? ഉണ്ണി അങ്ങനെ നോക്കിയപ്പോൾ മനു ആകെ നനഞ്ഞിരിക്കുന്നത് കണ്ടതും ഉണ്ണി സംശയത്തോടെ അവനോട് ചോദിച്ചു. അവൻ്റെ ആ ചോദ്യത്തിൽ മനു ആകെ ഒന്ന് പതറി. അവൻ്റെ ഓർമ്മയിലേക്ക് അല്പം മുൻപ് നടന്ന സംഭവങ്ങളൊക്കെ പതിയെ തെളിഞ്ഞു വന്നു. എന്താ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുന്നത്? അമ്മാളും ഇവിടെ? അപ്പോഴേക്കും അകത്തുനിന്ന് അമ്മയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവിടെ അമ്മ കയറി വരുമ്പോൾ തന്നെയുള്ള സോഫയിലായിട്ടിരിക്കുന്നുണ്ട്. അമ്മാളും എവിടെ മനു? അമ്മ വീണ്ടും അവനോട് ചോദിച്ചു. അമ്മയുടെ ചോദ്യം കേട്ടതും പെട്ടെന്ന് മനു ആദ്യം നോക്കിയത് ഉണ്ണിയെയാണ്. അവൻ തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. താൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കിട്ടി അതിൽ പിടിച്ചു കയറാൻ കാത്തു നിൽക്കുന്നത് പോലെ. അമ്മ ഷീസ് ചേഞ്ചിങ് ഡ്രസ്. അമ്മയെ നോക്കി മനു പതർച്ചയോടെ പറഞ്ഞു. അമ്പലത്തുനിന്ന് വന്നിട്ട് ഇതുവരെ ഡ്രസ്സ് മാറി കഴിഞ്ഞില്ലേ? അത് കേട്ടതും അമ്മ തിരികെ അവനോട് സംശയത്തോടെ ചോദിച്ചു. അല്ല, നീ എന്താ മഴയത്തിറങ്ങിയോ? നിന്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിരിക്കുന്നല്ലോ, തലയും നനഞ്ഞിട്ടുണ്ട്. അമ്മ അവനെ അടിമുടി നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. അതമ്മ ഞാൻ പുറത്ത് തുണി എടുക്കാൻ പോയതാ. തുണിയോ?
അതിനിവിടെ തുണിയൊന്നും അലക്കിയില്ലല്ലോ. ഉണ്ണി അത് കേട്ടപ്പോൾ തന്നെ ചാടിക്കയറി പറഞ്ഞു. മനുവിൻ്റെ സംസാരത്തിൽ തന്നെ എന്തൊക്കെയോ വശപ്പിശകുള്ളതുപോലെ അമ്മയ്ക്കും ഉണ്ണിക്കും തോന്നി. അതുകൊണ്ട് ഉണ്ണി അവനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വീണ്ടും ചോദിച്ചു. ഞാൻ പുറത്ത് തുണി വിരിച്ചിരുന്നു, അതെടുക്കാൻ വേണ്ടി പോയതാ. ആരാ മനുവേട്ട വന്നത്? പെട്ടെന്ന് അകത്തു നിന്ന് അമ്മാളുവിൻ്റെ ശബ്ദം. അമ്മാളൂ. അപ്പോൾ തന്നെ അമ്മ അവളെ വിളിച്ചു. അമ്മയുടെ ശബ്ദം കേട്ടതും നിമിഷ നേരം കൊണ്ട് അമ്മാളും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അമ്മ ഇങ്ങ് പോന്നോ? ഇതെന്താ പറയാതെ വന്നത്? അവരുടെ അടുത്തേക്കിരുന്ന് അമ്മയുടെ കവിളിലൊന്ന് ചുംബിച്ചുകൊണ്ടാണ് അമ്മാളു സംസാരം തുടങ്ങിയത്. ഒരു കാര്യമുള്ളത് കൊണ്ട് ഇങ്ങ് വന്നതാണ്. നീയും മഴയിലിറങ്ങിയോ? മുടിയൊക്കെ നനഞ്ഞിരിക്കുന്നു. അവളുടെ മുടിയിലൊന്ന് തൊട്ടു നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചതും അമ്മാളും മനുവിനെയാണ് നോക്കിയത്. അവനും അവളെ നോക്കിയിരിക്കുമായിരുന്നു. അതമ്മ, ഞാൻ ഈ നടത്തളത്തിൽ ഇറങ്ങിയതാണ്. അമ്മാള് പറഞ്ഞതും അമ്മ നോക്കിയത് മനുവിനെയാണ്. ഭർത്താവ് തുണിയെടുക്കാൻ മഴ നനഞ്ഞു, ഭാര്യ നടത്തളത്തിലിറങ്ങി മഴ നനഞ്ഞു. ഒടുക്കൻ രണ്ടിനും പനി വരാതിരുന്നാൽ മതി, പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ രണ്ടുപേരോടും കർക്കശമായി അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഉണ്ണി അപ്പോഴും സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. അമ്മ എന്താ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ, ഇനി ഇവിടെയാണോ നിൽക്കുക? അമ്മാളു പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന പോലെ അമ്മയോട് ചോദിച്ചു. ഇല്ല, അവിടെ രണ്ട് അമ്മാവന്മാരും നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് കയറ് പൊട്ടിക്കുവാണ്. അമ്മ പറഞ്ഞുകൊണ്ട് മനുവിനെയും ഉണ്ണിയെയും ഒന്ന് നോക്കി. രണ്ടുപേരും അമ്മ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഉണ്ണിയാണ് അത് എടുത്തു ചോദിച്ചത്. ഇത്രയും നാളും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ നിർബന്ധിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു തവണ തറവാട്ടിലേക്ക് പോകണം. അമ്മ പറഞ്ഞതും ഉണ്ണി മനുവിനെയാണ് നോക്കിയത്. മനുവിൻ്റെ തീരുമാനം എന്താണ്? എനിക്ക് എതിർപ്പൊന്നുമില്ലമ്മേ. വെറുതെ എന്തിനാ ഈ ദേഷ്യവും പകയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ വരാം. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. എനിക്കിഷ്ടമല്ലാത്തതെന്നല്ല, എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്തതായാലും ഐ മേ നോട്ട് സ്റ്റേ ദർ മോർ. ആദ്യം അമ്മയെ നോക്കിയും ഒടുക്കം അമ്മാളുവിനെ നോക്കിയുമാണ് അവനത് പറഞ്ഞത്. അവൻ്റെ സംസാരം കേട്ടതും അമ്മയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അവരവനെ അത്ഭുതത്തോടെയാണ് നോക്കിയത്. ശരി, ബാഗൊക്കെ പാക്ക് ചെയ്ത് നാളെ തന്നെ എല്ലാവരും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അമ്മ പറഞ്ഞതും എല്ലാവരും അത് സമ്മതിച്ചു. അത് പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അമ്മ തിരികെ തറവാട്ടിലേക്ക് തന്നെ പോയി. ഉണ്ണി അമ്മയെ ആക്കിക്കൊടുക്കാനായിട്ട് കൂടെ പോയി. മനുവേട്ടൻ ശരിക്കും പറഞ്ഞതാണോ? അവർ പോയി കഴിഞ്ഞതും വരാന്തയിൽ നിന്ന് തന്നെ അവൾ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു. എന്ത്? എന്നെ അവരെന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ തിരികെ പോരുമോ? കണ്ണൊക്കെ വിടർത്തി ആകാംക്ഷയോടെ ആയിരുന്നു അവനോടുള്ള അവളുടെ ആ ചോദ്യം. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. അവളോട് തമാശ പോലെ പറഞ്ഞുകൊണ്ട് അവൻ തിരികെ അകത്തേക്ക് നടന്നു. അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും അമ്മാളുവിൻ്റെ മുഖം നിമിഷ നേരം കൊണ്ട് കൂർത്തു. എന്നെ ഉമ്മ വയ്ക്കാൻ പറ്റും, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ 2 ഇടി കൊടുക്കാൻ പറ്റില്ല. അമ്മാള് പിറുപിറുത്തു. അമ്മോ, വരുന്നു. അവൻ വിളിച്ചതും അവൾ അകത്തേക്ക് കയറി. പോയി ബാഗൊക്കെ പാക്ക് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് ഒരു പുഞ്ചിരിയോടെ മനു അവളുടെ പിന്നാലെ പോയി. അമ്മാള് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിൽ നിന്ന് അധികം സാധനങ്ങളൊന്നും പുറത്തേക്ക് എടുക്കാത്തത് കൊണ്ട് അവൾക്ക് അധികം പാക്ക് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. 1-2 ഡ്രസ്സും സ്കിൻ കെയർ, മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മാത്രമായിരുന്നു എടുത്തു വെക്കാനുണ്ടായിരുന്നത്. പക്ഷേ മനു അങ്ങനെയല്ല. കണ്ട ക്യാൻവാസ്, പെയിൻറ്, ബ്രഷ്, അങ്ങനെ വേണ്ട സകല സാധനങ്ങളും കെട്ടിവലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നത് പോരാത്തതിന് അതെല്ലാം എടുത്ത് പുറത്തിട്ടിട്ടുമുണ്ട്. അതൊക്കെ എടുത്ത് അവൻ പോയി ഒരിടത്ത് അടക്കി ഒതുക്കി വെച്ചു. അതിന് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതി. ഉണ്ണിയും അമ്മയെ ആക്കി തിരികെ വന്ന് അവൻ്റെ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും 3 പേരും ക്ഷീണിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് മനുവും ഉണ്ണിയും കിടക്കാനായിട്ട് മുറികളിലേക്ക് പോയിട്ടുണ്ട്. പാത്രം കഴുകാനും മറ്റുമൊക്കെ ഉണ്ണി സഹായിച്ചു തന്നു. പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാൻ മനുവും. പിന്നെ ബാക്കിയുണ്ടായ കുറച്ച് ക്ലീനിങ് ജോലികളാണ് അമ്മാളുവിനുണ്ടായത്. അതൊക്കെ ചെയ്തു തീർന്നിട്ടും അമ്മാളു അടുക്കളയിൽ തന്നെ പരതി നിൽക്കുവാണ്. ഇത്രയും നേരം അവനോട് സംസാരിച്ചപ്പോൾ ഒന്നും ഇല്ലാതിരുന്ന പ്രശ്നമാണ് ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് പോകുമ്പോൾ അവന്. വേറൊന്നുമല്ല, ഒറ്റയ്ക്ക് അങ്ങനെ അവൻ്റെ കൂടെ ആയിരിക്കാൻ ഒരു നാണം പോലെ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.